ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യൂണിക്കോൺ, ഹങ്ക്, ഷൈന്, CB-Z, FC പോലത്തെ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാർബറേറ്ററിനെ കുറിച്ച്. അപ്പോൾ കാർബറേറ്റർ നിങ്ങളെല്ലാവരും തന്നെ ഒരു FC കാർബറേറ്റർ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 6000 രൂപ വരെ ചിലവ് വരാറുണ്ട്. അതുപോലെ തന്നെ ഷൈന്, യൂണിക്കോണത്തെ വണ്ടികളിൽ തന്നെ ഒരു 5 രൂപ 6 രൂപ റേഞ്ച് വരാറുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് മുടക്കാതെ തന്നെ നിങ്ങൾക്ക് സ്പാർക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കിയിട്ടുള്ള കാർബറേറ്ററാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്പാർക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർബറേറ്ററാണ്. ഈ ഒരു കാർബറേറ്ററിന്റെ വില എന്ന് പറഞ്ഞാൽ 2990 രൂപ MRP വരുന്ന ഒരു കാർബറേറ്ററാണ്. ഈ കാർബറേറ്റർ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാർബറേറ്റർ. അപ്പോൾ ഈ ഒരു കാർബറേറ്റർ FC-യുടെ കാർബറേറ്ററാണ്. ഈ ഒരു FC-യുടെ കാർബറേറ്ററിന്റെ വിലയാണ് 2990 രൂപ MRP റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർബറേറ്ററിൽ നമുക്ക് വാക്വം പിസ്റ്റൺ ഇല്ല. വാക്വം പിസ്റ്റൺ ഇല്ലാതെ സ്പ്ലെൻഡർ പോലത്തെ വണ്ടികളിലൊക്കെ വരുന്ന പോലെ ആക്സിഡന്റിന്റെ ത്രോട്ടിൽ ഡയറക്റ്റ് നിന്ന് തുറക്കുന്ന ടൈപ്പ് കാർബറേറ്ററാണ്. അത് കൺവെർട്ടർ കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കാർബറേറ്ററാണ്. മറ്റുള്ള കാർബറേറ്ററൊക്കെ എല്ലാം എന്ന് പറയുന്നത് CB ടൈപ്പ് കാർബറേറ്ററാണ്. അപ്പോൾ ആ ടൈപ്പ് കാർബറേറ്ററിൽ കൂടുതൽ കംപ്ലൈൻറ്റുകൾ വരുന്നത് കൊണ്ടാണ് ഈ ഒരു മോഡൽ സ്പാർക്കോ ഇറക്കിയതാണ്. ഇത് എല്ലാ വണ്ടിക്കും ഉണ്ട്. FC എന്ന് മാത്രമല്ല FC പോലത്തെ ഷൈന്, അതേപോലെ CB-Z, ഹങ്ക്, യൂണിക്കോൺ പോലത്തെ വണ്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയതാണ് ഈ ഒരു മോഡൽ കാർബറേറ്റർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2990 രൂപ മാത്രമേ MRP റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മിസ്സിങ് കാര്യങ്ങൾ സ്റ്റാർട്ടിംഗ് ട്രാക്കിൽ പോലത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബറേറ്റർ മേടിച്ച് വെച്ചാൽ മതി. ഈ പറയുന്ന കംപ്ലൈൻറ്റുകളെല്ലാം മാറി കാർബറേറ്റർ പക്കയായിരിക്കും. അതായത് വേറെയുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഓവർഫ്ലോയോ കേസുകളോ ഒന്നും ഉണ്ടാവാറില്ല ഈ ഒരു മോഡൽ കാർബറേറ്ററിന്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മളൊരു ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. ഇത് FC-യുടെ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. ഈ ഒരു കാർബറേറ്റർ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. FC-ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണ് ഈ ഒരു സാധനം. അതുപോലെ തന്നെ യൂണിക്കോൺ, CB-Z എല്ലാ വണ്ടിക്കും കാർബറേറ്റർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കേബിൾ ഡാമേജ് വന്ന് നമുക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നാലും സ്പാർക്കോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കേബിൾ വരുന്നുണ്ട്. ആ കേബിൾ മേടിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.